ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് ഹണ്ടിങ് ഒക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. നമുക്കൊന്ന് കണ്ടുവെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ്. വയനാട്ടിലെ മുത്തങ്ങയിലേക്ക് പോകുന്ന റോഡ്, അതായത് ബത്തേരിയിൽ നിന്ന് മുത്തങ്ങയിലേക്ക് പോകുന്ന ഈ റോഡാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ അവിചാരിതമായിട്ടൊന്ന് നിർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ മുകളിൽ നിറയെ സിങ്കോണിയം പ്ലാന്റ്സ് കണ്ടത്. അപ്പോൾ ആ സിങ്കോണിയം പ്ലാന്റ്സ് കണ്ടിട്ട് അങ്ങനെ അങ്ങ് വിട്ടു പോകാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് മുഴുവനായിട്ട് പറിച്ചെടുത്തു. കണ്ടില്ലേ, ഈ ഒരു മരത്തിന് മുകളിൽ എത്ര തരത്തിലുള്ളതാണെന്ന് നോക്കൂ. ഇത് നമ്മുടെ ലീഫ് ആരോ ഹെഡ് പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ലീഫിലേക്ക് ഫോം ചെയ്യുന്ന രീതിയിലുള്ള സിങ്കോണിയംസ് ആണ് ബേസിക് ആയിട്ടുള്ളത്. അതല്ലാതെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്ന ടൈപ്പ് ആരോ ഹെഡ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന സിങ്കോണിയത്തിൻ്റെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതിന് 2-3 കളറുകൾ നിങ്ങൾ കണ്ടില്ലേ, അതായത് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. അത് വെയിൽ വല്ലാതെ കിട്ടുന്ന സ്ഥലത്തുള്ളതൊക്കെ നല്ല ലൈറ്റ് ഷെയ്ഡാണ്. വെയിൽ കുറവുള്ള സ്ഥലത്തുള്ളതൊക്കെ കുറച്ച് ഡാർക്കായിട്ട് ഗ്രീനിഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഇതെല്ലാം ചെറിയ ചെറിയ തൈകളായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. ഇത്രയും പ്ലാന്റ്സ് ഒന്നിച്ച് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ പറിച്ചെടുക്കുന്ന രീതി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഞങ്ങൾ വയനാട്ടിലെ ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലാണ് വന്നത്. അപ്പോൾ ഈ വഴിയിൽ നിന്ന് കിട്ടിയ ചെടിയുടെ വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, നമ്മുടെ ഈ പറമ്പിലും ഒരുപാടുണ്ട് ഈ സിങ്കോണിയം എന്ന്. എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് പറിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഒരു കെയറും ആവശ്യമില്ല നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്. നമുക്ക് വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും വെച്ച് കൊടുത്താൽ വലിയ കെയറൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു കീടബാധ അല്ലെങ്കിൽ ഒരു മീലി ബഗ്സിൻ്റെ ആക്രമണം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള അതിൻ്റെ മാനേജ്മെൻറ്റും ചെയ്താൽ നമുക്ക് എത്ര കാലം വേണേലും നല്ല ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സിങ്കോണിയംസ്. അപ്പോൾ ഇതാ നമ്മൾ ഈ പറമ്പിൻ്റെ ഒരു കോർണറിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയൊക്കെ വലിയ വലിയ ഇലകളുള്ള തരം, അതായത് ഒരുപാട് മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരു ലീഫിൻ്റെ ഒക്കെ വലിപ്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വലിയ വലിയ ഇലകളുള്ള ഒരുപാട് സിങ്കോണിയം പ്ലാന്റ്സ്. അതിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ വൈറ്റ് ഷെയ്ഡ് ഉള്ളതുണ്ട്, വെയിൽ കിട്ടുന്നതിനനുസരിച്ചുള്ളത്. അപ്പോൾ ഇതെല്ലാം മൊത്തമായിട്ട് പറിച്ചെടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ സിങ്കോണിയത്തിൻ്റെ കെയറും പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അതിലുണ്ടാവുന്ന മീലി ബഗ്സിനെ എങ്ങനെ തുരത്താം എന്നുള്ള വീഡിയോവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ഒടിച്ചൊടിച്ചാണ് എടുക്കുന്നത്. പെട്ടെന്ന് വേര് പിടിക്കും, എല്ലാത്തിലും തന്നെ വേരുണ്ടാവും. ചെറിയ ചെറിയ തൈയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ വലിയ ലീഫുള്ളതൊക്കെ ഒടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, പല ടൈപ്പ്, അതായത് പല വലിപ്പത്തിലുള്ളതുണ്ട്. നമുക്ക് ചെറിയ ഭംഗിയുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ കുഞ്ഞു തൈകളുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഒരു ക്ലൈംബർ പോലെ വളർത്താൻ പറ്റിയത്, നമുക്ക് സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ട് ക്ലൈംബർ പോലെ വളർത്താൻ പറ്റിയ പോലത്തെ വലിയ നീളമുള്ള തണ്ടോട് കൂടിയതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. സിങ്കോണിയത്തിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. നമുക്ക് ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേര് വരും. നമ്മുടെ ഫിലോഡെൻഡ്രോൺ ഒക്കെ പോലെ തന്നെയാണ്. അതുപോലെ വേര് പിടിപ്പിച്ചിട്ട് നമുക്ക് പിന്നെ മണ്ണിലേക്ക് വെക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഇട്ട് കൊടുത്താലും അത് വളർന്നോളും. അപ്പോൾ സിങ്കോണിയം ഇല്ലാത്ത ഗാർഡനേഴ്സ് ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും കിട്ടുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളിതെല്ലാം നമ്മുടെ നാട്ടിൽ മലപ്പുറത്തൊക്കെ ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യാറ്. ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള 2-3 സ്റ്റെം കൂടിയതിനൊക്കെ നമുക്ക് 60-80 രൂപയൊക്കെ വേണം കൊടുക്കാൻ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നാട്ടിലെത്തിയിട്ട് ഇതെല്ലാം പ്ലാന്റ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സിനും കൊടുത്തു. പിന്നെ വർക്ക് ചെയ്യുന്ന ഓഫീസിലും വെച്ചു. കുറച്ച് നല്ല ചെറിയ ഭംഗിയുള്ളതെല്ലാം വെള്ളത്തിലും ഇട്ട് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഹൈറ്റ് ഉള്ളത്, അതായത് നല്ല വലിപ്പമുള്ള തണ്ടുള്ളത്, വലിയ ഇലകളോട് കൂടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റിക്കുള്ളതിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊന്നുകൂടെ ഒന്ന് ഹൈറ്റ് വെച്ചതിനനുസരിച്ച് ഒന്നുകൂടെ ഈ സ്റ്റിക്കിലേക്ക് കെട്ടിക്കൊടുക്കണം. ഈ ഒരു പ്ലാന്റ് എൻ്റെ അടുത്ത് ആദ്യമേ ഉള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള എല്ലാ പ്ലാന്റുകളുടെയും മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതൊക്കെ ഈ വേര് വന്ന ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ മാറ്റി നടാൻ പറ്റിയ അത്രയും പ്ലാന്റാണ്. ഇതൊരു 3-4 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചത്. പിന്നെ ഈ സ്റ്റിക്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വാഴയുടെയൊക്കെ ചുവട്ടിൽ നിന്ന് കിട്ടിയ വാഴനാര്, കിളികൾ കൂടുണ്ടാക്കാനെടുത്ത വാഴനാരൊക്കെ കെട്ടിയിട്ടാണ് ആ സ്റ്റിക്ക് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് തന്നെ അതിലെ ലൈറ്റ് ഷെയ്ഡ് വന്നതാണ്. അത് ഞാൻ വേറൊരു പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. അതും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.